ഞാൻ ഇപ്പൊ നിൽക്കുന്ന ഒരു ഗുഹയില. ഈ കാണുന്നത് ഇരിക്കാനുള്ള ഇരിപ്പിടം മാത്രമല്ല, ഇതൊരു ധ്യാന കേന്ദ്രം കൂടിയാണ്. ആർക്കെങ്കിലും അറിയാവോ ഞാൻ നിൽക്കുന്ന സ്പോട്ട് ഏതാന്ന്? മനസ്സിലായില്ലത് എനിക്കറിയാം. ആദ്യം നിങ്ങൾക്ക് ഈ ഗുഹയുടെ ഫ്രണ്ട് ഭാഗം കാണിച്ചുതരാം, എന്നിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്താണ് ഈ സംഭവം എന്ന്. ഇതാണ് ഈ ഗുഹയുടെ ഫ്രണ്ട് ഭാഗം. ലോകത്ത് ഏറ്റവും ചെറിയ പള്ളി എന്നറിയപ്പെടുന്നതാണ് ഈ പള്ളി. നമ്മൾ പള്ളിന്റെ അകത്തേക്ക് വരുമ്പോൾ ആദ്യം കാണുന്നത് ഇതാണ് ഏറ്റവും ഒരു പ്ലസ് പോയിന്റ്. ക്രിസ്ത്യൻസിന്, മുസ്ലിംസിന്, ഹിന്ദുസിന് ഒരു ജാതി ഒരു മതം, അതാണ് ഇവിടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. ആർക്കും വന്നോണ്ട് വേണമെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാൻ എല്ലാം പറ്റും. അതാണ് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. വീണ്ടും നമ്മൾ പള്ളിന്റെ അകത്തേക്ക് വരുമ്പോൾ രണ്ട് സൈഡിലായിട്ട് നമുക്ക് ഓരോരോ ഇരിക്കാനുള്ള ഇരിപ്പിടം കിട്ടും. അത് വേറെ ഇരിപ്പിടം മാത്രമല്ല, അതാണ് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്ന സ്ഥലം. 9 പേർക്ക് ഇവിടെ അറ്റ് എ ടൈമിൽ മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റും. അത് ഏത് മതക്കാർക്കും, മുസ്ലിംസ് അല്ലെങ്കിൽ ഹിന്ദുസിനും ക്രിസ്ത്യൻസിനും നമ്മൾ ആദ്യം കണ്ടുപോലെ ഏത് മതക്കാർക്കും ഇവിടെ വന്ന് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ്. ഇത് മാത്രമല്ല, ഇപ്പം പിടിച്ച കാണാൻ ഇത് മണ്ണാണ്, ഇത് ഗുഹയാണിത്. അതുകൊണ്ട് ഇവിടെ വരുന്നത് ഏത് ഭയങ്കര തണുപ്പായി. കാരണം പുറത്ത് ഭയങ്കര ചൂടാണ്. പക്ഷെ ഇതിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഒരു AC ക്കാൻ സെയിം എഫക്റ്റ് തന്നെയാണത്. വീണ്ടും നമ്മൾ ഉള്ളിലേക്ക് വരുമ്പോൾ ഇവിടെ ഗുരുവിന് ഇരിക്കാൻ പറ്റിയ ഇരിപ്പിടം, അതുപോലെ അവിടെ കിടക്കാനുള്ള ഒരു റൂം, എല്ലാ സെറ്റും കൂടെ കാണാൻ പറ്റും. വീണ്ടും നമ്മൾ മുന്നോട്ട് നടക്കുമ്പോൾ അപ്പുറം ഇപ്പുറമായിട്ട് ഇരിക്കാനുള്ള ഇരിപ്പിടം കാണാൻ പറ്റും. ഒപ്പം നേരെ നോക്കുമ്പോൾ ചെറിയൊരു പള്ളി നമുക്ക് ആ ഗുഹയിൽ കാണാൻ പറ്റും. ആ പള്ളിയിലേക്ക് കയറുമ്പോൾ അവിടെ 10 പേർക്ക് നമസ്കരിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ആ പള്ളി ഒരുക്കിയിരിക്കുന്നത്. ഈ ഒരു ഗുഹ നിർമ്മിക്കാൻ എടുത്ത സമയം എന്ന് പറയുന്നത് 1.5 മാസമാണ്. ഇതിന്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, തീർച്ചയായിട്ടും ഒന്ന് കാണണം. ബൈ ഫ്രം എൽ ക്രിയേഷൻ.